ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എപ്പോഴും ഉടമ്പടി എടുത്ത് ഉറങ്ങി ജീവിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളൊന്ന് ഉണരണം. നിങ്ങളെ കൊണ്ടുവന്ന് ഇടിച്ചു തല്ലി കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്ന സംഭവമല്ല. ഉടമ്പടി ജീവിത ഫോർമാറ്റിലേക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും. ഇവരോട് എന്താ പറഞ്ഞിരിക്കണത്? ഇനി നീ പോകുന്നത് നിൻ്റെ എക്സ്പെൻസിലല്ല, എൻ്റെ എക്സ്പെൻസിലാണ്. നിന്നെ കൈപിടിച്ച് ഞാൻ നിരന്തരം നയിക്കും. നിന്നെ കൈപിടിച്ച് ഞാൻ നിരന്തരം നയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജയിച്ച് തിരിച്ച് ജോലി കിട്ടുന്നവരെ ഞാൻ നിന്നെ നയിച്ചുകൊണ്ട്. നിരന്തരം എന്ന് പറഞ്ഞിരിക്കണതേ ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു കൂറ് വഴി നടത്തൽ നിങ്ങൾക്ക് അവകാശമാക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ അവകാശമാക്കാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ടെക്നിക്കലായിട്ട് ഗിമ്മിക്കുകൾ കാണിച്ചാലും ദൈവം വഴിപ്പെടത്തില്ല. എന്നാൽ പത്രം കൊടുക്കണം. ശരി, പത്രം കൊടുത്തേക്കാം. എത്രണ്ണം ഉണ്ട്? 18 പേർക്ക് കൊടുക്കുക. തീർന്ന്. പിന്നെന്താ പറഞ്ഞ അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞ കാരുണ്യപ്പെടുന്നു. ശരി, ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. മര്യാദയ്ക്ക് ദൈവത്തോടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കണത്. ദൈവം എന്നെ തൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഞാനിനി എൻ്റെ ജീവിതകാലം ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കും എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. കാര്യം ഉടമ്പടി ബന്ധമല്ലേ. അല്ലാതെ നീ വിചാരിക്കണത്, നീ ഇപ്പോഴത്തെ തന്നെ പറയണത് പാസ്സാകണ വരെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കാമെന്ന് വിചാരിക്കും, അല്ലെ ജോലി കിട്ടണ വരെ എന്നൊക്കെ നിൻ്റെ മനസ്സിലുണ്ടാകും. നിന്നെ തോൽപ്പിക്കണത് നിൻ്റെ ഉള്ളിലുള്ള നീ തന്നെയാണ്. കാര്യം നിൻ്റെ മനസ്സിലുള്ളതെല്ലാം ദൈവത്തിന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നീ വിചാരിക്കണത് എന്താണ്? ഉടമ്പടിയില്ലേ, കുഴപ്പമില്ല, 90 ദിവസം നോക്കിയാൽ മതിയല്ല. 90 ദിവസം നോക്കിയാൽ മതിയല്ല. നീ എന്ത് നോക്കാൻ പോവുകയാണ്? നീ ഏതാണ്ട് ദൈവത്തിന് ഏതാണ്ട് വലിയ ഔദാര്യം ചെയ്യാൻ പോവുകയാണ്. എന്താണ്? തിന്മ പ്രവർത്തിക്കാതെ ഇരുന്നോളാം ദൈവത്തിന് വേണ്ടി. എന്തോ നീ തിന്മ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ദൈവം ഉണ്ടാകത്തില്ല. അപ്പം നീ ഇങ്ങനെ വെച്ച് നിൻ്റെ പാപം വെച്ച് ദൈവമായിട്ട് വിലപേശരുത്. മറിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള സ്വതസിദ്ധമായ ഒരു പരിശ്രമം നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സ്വതസിദ്ധമായ പ്രവർത്തനം. എന്താ വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് മെരിറ്റിൽ ജീവിക്കണതും രണ്ടാമത് ഗ്രേസിൽ. 2 തരം ലോകത്ത് മനുഷ്യരാണ് ഉള്ളത്. ഒന്നെന്താണ്? ഒന്ന് മെരിറ്റിൽ ജീവിക്കുന്നവരുണ്ട്, രണ്ടാമത്തത് ഗ്രേസിൽ ജീവിക്കണത്. മെരിറ്റിൽ ജീവിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യം, അവരുടെ കഴിവ്, അവരുടെ ഗുണ്ടായിസം, അവരുടെ വൃത്തികെട്ട കൂട്ടുകൾ, അവരുടെ കഞ്ചാവ് സെറ്റുകൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, അങ്ങനെയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് മെരിറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റൊന്ന് പറയണത് നമ്മൾ പരമാവധി പാപം ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചും ചില ക്ഷമിക്കപ്പെടാണ്ടാത്ത കാര്യമില്ലാത്ത സ്ഥലത്ത് പോലും നമ്മൾ ദൈവത്തിന് വേണ്ടി തോറ്റുകൊടുത്തും അതിൻ്റെ പേരിൽ സമാധാനം ഉണ്ടാക്കിയും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണ വേറൊരു ജീവിതമുണ്ട്. ബൈബിൾ പ്രിഫർ ചെയ്യണത് ആ ഒരു ജീവിതമാണ്. ബൈബിൾ പ്രിഫർ ചെയ്യണത്. ഇപ്പോൾ സിമി ജോൺ എന്താണ്? സിമി ജോണിൻ്റെ മെറിറ്റെല്ലാം പോയിരിക്കുകയാണ്. ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ പറയും മരുന്ന്, ഇപ്പം ചില പരുവിനൊക്കെ നമ്മൾ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റണത്? പെട്ടെന്ന് പഴുത്തിട്ടുള്ള പഴുപ്പെല്ലാം ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ ഡോക്ടറിനോട് പറയും, ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ട് പഴുക്കണ ചെയ്ത് പൊറുക്കാൻ വേണ്ടി കഴിച്ചതാണ്, പക്ഷേ പഴുക്കണ ചെയ്തെന്ന് പറയും. ഡോക്ടർ മൈൻഡ് ചെയ്യത്തില്ല. എന്താ കാര്യം? അത് പഴുക്കാനുള്ളതാണ്. പഴുത്ത് കഴിഞ്ഞിട്ട് പഴുപ്പ് പോയിട്ടാണ് പിന്നെ പൊറുക്കണത്. അതുപോലെ ഉടമ്പടിയിൽ ആദ്യം ഉടമ്പടി ഉടമ്പടി പിടിക്കാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റും. എന്താണ്? ഉള്ള മെരിറ്റ് കൂടി പോകും. ഇപ്പം സിമിക്ക് എങ്ങനെയല്ല സംഭവിച്ചത്? സിമി 6 പരീക്ഷ ഉടമ്പടി എടുക്കാതെ 6 പരീക്ഷ എഴുതിയിട്ട് ഒരു പ്രശ്നമില്ലാഞ്ഞില്ല. അവൾ എടുത്തു, ഒറ്റന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവൾക്ക് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലാഞ്ഞ്, സ്പീക്കിങ്ങിന് കുഴപ്പമൊന്നുമില്ലാഞ്ഞ്, മര്യാദയ്ക്ക് സംസാരിച്ചത്. ഇപ്പം എന്നാ പറ്റി? ഉടമ്പടി എടുക്കണ മുമ്പ് തൊണ്ടക്ക് കുഴപ്പമില്ലാഞ്ഞ്, ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ പറ്റി? ഉള്ള തൊണ്ടയും കൂടി പോയി. കണ്ടാ? നമ്മളത് മനസ്സിലാക്കണം. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു തരാനാണ് ഈ കൗൺസിലിങ്ങൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ആദ്യ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ കൂടണമെന്ന് പറയേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ചില സമയത്ത് ഉള്ള മെറിറ്റ് കൂടി പോകും. ഇപ്പം നിങ്ങൾ
കുടിയനായ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അയാൾ വേറെ സ്ത്രീകളുമായിട്ടൊക്കെ കുറച്ച് ചങ്ങാത്തം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ കൂടിയെന്ന് വരും പെട്ടെന്ന്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ഉടനെ വിറച്ച് തല്ലി പ്രാർത്ഥന നിർത്തി നിലവിളിയും കൂട്ടി ഉള്ള തിരിയും കൂടി ഊതിക്കെടുത്തി നിങ്ങളിങ്ങനെ തേരട്ട പോലെ ചിരണ്ട് കിടക്കും. ഇങ്ങനെയുള്ള അലപരാധികൾ ഉടമ്പടി എടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ഒന്നാമത് ദൈവത്തിൻ്റെ മുമ്പിൽ വരാനുള്ള യാതൊരു സെൻസ് നിങ്ങൾക്കില്ല. ദൈവദിവസത്തിന് വരുമ്പോൾ ആദ്യം നിൽക്കാൻ പഠിക്കണം. ഒന്ന്, ഈ വിഷയം ചിലപ്പോൾ കുറച്ചുകൂടി മൂർച്ഛിക്കും. എന്താണ്, ഉള്ള മെരിറ്റ് കൂടി പോവും. ഉടമ്പടി വർക്ക് ചെയ്യണം എങ്ങനെയാണ്? നോട്ട് ബൈ മെരിറ്റിലെന്ന് ആദ്യമേ പറയണില്ല ഞാൻ, നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ലെന്ന് പറയണില്ലേ നിങ്ങളെ. അപ്പം ഞാൻ ഇപ്പോൾ സംശയ രോഗമുള്ള ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ വേറെ സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടുള്ള ബിഹേവിയറുള്ള ഭാര്യയാണെങ്കിൽ, ഭർത്താക്കന്മാർ കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിലും ചില ഭാര്യമാർ ഇട്ടു പോയാലും ഞാൻ പറയും ഇനി ആരെയും വിടണ്ട കേട്ടാന്ന് പറയും. ഇനി ആരെയും ഇപ്പം അവളെ പെണ്ണും പഴമുള്ള വഴക്കിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും പറയണത് ഇനി ആരെയും മധ്യസ്ഥത്തിന് വിടണ്ടെന്ന് പറയും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റിലല്ലേ ഉടമ്പടി വർക്ക് ചെയ്യണത്. ഉടമ്പടി ഉപദേശം ഉണ്ടല്ലോ. അവരെന്താ പറയണത്? ഇനി ആരെയും മധ്യസ്ഥന് വിടണ്ട. കാര്യം എൻ്റെ അനുഭവത്തിലുണ്ട്, മധ്യസ്ഥൻ പറഞ്ഞത് ആണും ഭാര്യയും ഭർത്താവും കൂടി പിരിഞ്ഞ് അവസാനം ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ഇവരുടെ അടുത്ത് മധ്യസ്ഥനായിട്ട് പോവുകയാണ്. മധ്യസ്ഥനായിട്ട് അപ്പം ഞാൻ ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അയാൾ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനോട് ചെന്ന് അവളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച് അവൻ്റെ പേര് തോമസ് എന്നല്ലേ? അച്ഛനെ എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞ് അവൻ മിക്കവാറും അവളെ കെട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ആളിൻ്റെ കൈ എൻ്റെ ബൈബിളിൽ വെച്ചിട്ട് പുറത്ത് കൈ വെച്ചപ്പോൾ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച ഒരു തോമസ് സാറിനെ കണ്ട്, എന്നെ പി ഒ തോമസ്, എന്നെ സൈക്കോളജി പഠിപ്പിച്ചാണ് കോളേജിൽ. പി ഒ തോമസിനെ കണ്ട്. അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ ദർശനത്തെ കൂളിംഗ് ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ അവൻ കള്ളനാണെന്ന് എൻ്റെ അർത്ഥം. പി ഒ തോമസ് കള്ളനല്ല. ദർശനത്തെ കൂളിംഗ് ഗ്ലാസ് മര്യാദയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുമ്പോൾ അവൻ എന്തോ ഒരു ജാടയുണ്ടെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞ് അതാണ് ഈ തോമസിനെ, എനിക്ക് ഇയാളെ വിട്ട ആളെ എനിക്കറിയത്തില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ലേ? ഈ ആൾ ഭാര്യയെടുത്ത് കോംപ്രമൈസിന് വിട്ട ആളിൻ്റെ പേര് തോമസ് ആണെന്ന് എനിക്കറിയത്തില്ല. അത് തോമസ് ആണെന്ന് കർത്താവിന് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാകുന്ന തോമസിനെ ദർശനത്തിൽ അവതരിപ്പിക്കുകയാണ്. ദൈവം എന്ത് രസമാണെന്നറിയാം ദൈവത്തിന് കൂടെ ജീവിക്കുന്നത്. എന്നിട്ട് ഈ തോമസ് ഫേക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മിക്കവാറും അവനെ വളക്കെട്ടാൻ സാധ്യതയുണ്ട്, നീ നേരിട്ട് പോണതായിരിക്കും നല്ലത്. ഇതാണ് ദർശനത്തിൻ്റെ പ്രത്യേകത. ഇത് 97 ചരിത്രമാണ്. ഞാൻ ആളെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, എനിക്കറിയാമല്ലോ, അതെൻ്റെ ഒരു സീക്രട്ട് അല്ലേ. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ ഇടപെടലുകളുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഞാൻ ഇവരോട് പറയും, ഇത് ഉടമ്പടി ഫോർമാറ്റ് വരുമ്പോൾ ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. അഥവാ നമ്മുടെ മധ്യസ്ഥനെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വിശുദ്ധിയുള്ള ആളും പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആളായിരിക്കണം. കാര്യം എന്താണ്? ഈ മധ്യസ്ഥന് 3 ആത്മാവ് പ്രവർത്തിക്കാമല്ലോ, ദൈവാത്മാവ്, ദുഷ്ടാത്മാവ്, ലോകാത്മാവ്. ആളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ അങ്കിളാണെന്നൊരു കാര്യമില്ലേ, ഭയങ്കര കോഴിയായിരിക്കും പറ്റുന്ന പാർട്ടി. ഇയാളാണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ പണി കിട്ടും നമുക്ക്. അപ്പോൾ ബന്ധം സ്വന്തം അല്ല പ്രശ്നം, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരാളായിരിക്കണം മധ്യസ്ഥനായിട്ട് വരേണ്ടത് എപ്പോഴും. അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരൂപി പ്രവർത്തിക്കും, ലോകാരൂപി പ്രവർത്തിക്കും, ദൈവാരൂപി പ്രവർത്തിക്കത്തില്ല, മാറി നിൽക്കും. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഈ മധ്യസ്ഥമായ ഈ വിഷയം വരുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്തോത്രം, ഹല്ലേലൂയ.